സോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ചിരിയൊക്കെ വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്ന് സെറ്റായിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും ഒരു വീഡിയോ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് ഞാൻ എൻ്റെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ തുടങ്ങിയിട്ട് നുണ പറയുകയാണ്, നമ്മളൊക്കെ ചോദിക്കുമ്പോൾ നുണ പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെറിയൊരു ന്യൂസ് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക, എന്താണ് നീ എങ്ങനെ തുടങ്ങിയത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കാൻ വന്നിരുന്നത് തന്നെ. അപ്പോൾ എന്താണ് ചോദിച്ചാൽ, ഞാൻ എങ്ങനെയാണ് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളതാണ്. ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളമായി. വീഡിയോസൊന്നും അധികം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കുറച്ച് കോമഡി വീഡിയോസൊക്കെ ചെയ്തതിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അത് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഇടുന്ന കുറച്ച് പൊടത്തരങ്ങളൊക്കെ ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു 10K വ്യൂസ് ഷോർട്സിന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചാൽ അത് കൊള്ളാലോ, ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം വ്യൂസ് കിട്ടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡും കൂടെ നിന്നിട്ട് കുറച്ച് കോമഡി വീഡിയോസൊക്കെ ഞങ്ങൾ ചെയ്തു ഒരുമിച്ച്. അപ്പോൾ അത്യാവശ്യം വ്യൂസ്, അത്യാവശ്യം എന്നല്ല, ഒരു 10 മില്യണോളം വ്യൂസുകൾ ചില വീഡിയോസിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല ഇതിൽ പൈസ കിട്ടുമെന്നറിയാം, പക്ഷെ അത് എങ്ങനെ കിട്ടും, മോണിറ്റൈസ്ഡ് ആവണത് എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. അതിന് ശേഷം പിന്നെ അതിന് ഒരു ഇൻട്രസ്റ്റ് പോയി. പിന്നെ ഞങ്ങളങ്ങനെ വിട്ടു. ആ സമയത്ത് തന്നെ ഞങ്ങൾക്കൊരു 30K കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സബ്സ്ക്രൈബേഴ്സ്. 40K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നിൽക്കണത് 39.8K സബ്സ്ക്രൈബറിലാണ്. കുറഞ്ഞു വരികയാണ്. ബിക്കോസ് ഞങ്ങൾ വീഡിയോ ഇടൽ നിർത്തിയതായിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാത്തതെന്ന് ചോദിച്ചാൽ, ഞാൻ ലോങ് വീഡിയോ ഇടുന്നത് കുറവാണ്. ഷോർട്സുകൾ മാത്രം ഇട്ടിട്ട് കാര്യമില്ല, ലോങ് വീഡിയോ ഇടണം. ലോങ് വീഡിയോയ്ക്ക് എത്രയോ വാച്ച് അവേഴ്സ് എത്രയോ കിട്ടണം എന്നുണ്ട്. 4000 3000 എത്രയോ കിട്ടണം. ഇപ്പോൾ 4000 ആണ് തോന്നുന്നു. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇടുന്നതിൽ അത്രയും വ്യൂസ് കിട്ടിയാലാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവുകയുള്ളൂ. അത് എത്രയോ മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടണം. അങ്ങനെയൊക്കെ യൂട്യൂബിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഗൈസ്. അതൊന്നും എനിക്ക് എൻ്റെ യൂട്യൂബിൽ ഞാനിപ്പോൾ കുറച്ചായിട്ടുള്ളൂ വലിയ ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ലോങ് വീഡിയോയ്ക്ക് വ്യൂസ് വളരെ കുറവാണ്. അതുകൊണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ ഞാൻ നുണ പറയുകയാണെന്നാണ് എല്ലാവരും പറയണത്. ഇതിന് പൈസ കിട്ടിയിട്ട് നുണ പറയുകയാണെന്നൊക്കെയാണ് എല്ലാവരും വിചാരം. പക്ഷെ അങ്ങനെയൊന്നും അല്ല, എനിക്ക് പൈസ കിട്ടിയിട്ടില്ല, എൻ്റെ അക്കൗണ്ട് മോണിറ്റൈസ്ഡും അല്ല. ഞാൻ ഈ ലോങ് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ എന്നെ കുറേ പേര് എൻ്റെ ഫ്രണ്ട്സിനോടാണ് എനിക്കിത് പറയാനുള്ളത്. വീഡിയോ ചെയ്യണം എന്നുണ്ട്, പക്ഷെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയില്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കണം എൻ്റെ ഫ്രണ്ട്സിനോടാണ് എനിക്കിത് പറയാനുള്ളത്. വീഡിയോസ് ഇടാൻ തുടങ്ങുക, ആരെന്ത് പറഞ്ഞാലും ഇപ്പോൾ പുല്ലെന്ന് കരുതിയിട്ട് വീഡിയോസ് ഇടുക, അത്രയേ ഉള്ളൂ. കുറേ പേര് കളിയാക്കാനുണ്ടാവും, അതിൽ കുറച്ച് പേരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. ആ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ വീഡിയോ ഇടുക. എന്തെങ്കിലും ഒരു ദിവസം സക്സസ് ആവുമെന്ന് വിചാരിക്കുക. എന്നൊക്കെ എത്ര പേര് ഇപ്പോഴും കളിയാക്കുന്നുണ്ടെന്നറിയോ? കണക്കൊന്നുമില്ല. ഹായ് ഹലോ ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എത്ര പേര് കളിയാക്കുമെന്നറിയോ? ഒന്നൊരു വിഷയമല്ല. അപ്പോൾ ഞാൻ അതൊന്നും ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാണ്ട് വീഡിയോസ് എടുക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. എങ്ങനെയെങ്കിലും ഞാൻ ഇതുവഴിയെങ്കിലും ഞാൻ രക്ഷപ്പെടും എന്നുള്ളൊരു എൻ്റെ ഒരു മനസ്സുകൊണ്ടുള്ളൊരു ഉറപ്പിലാണ് ഞാൻ ഇപ്പോഴും വീഡിയോസ് എടുക്കുന്നത്. പിന്നെ ആളുകൾ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോസ് ഇടാതെ ഇരിക്കരുത്. തുടക്കമൊക്കെ നമ്മളെ കുറേ പേര് കുറ്റം പറയാനും വീഡിയോ എടുത്ത് നടക്കാമെന്ന് പറയാനും അങ്ങനെയൊക്കെ കുറേ പേരുണ്ടാവും. അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. ഇതിലൂടെ എല്ലാവരും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലെ പല ക്രിയേറ്റേഴ്സും ഇതുപോലെ ചെറുതിൽ നിന്നിട്ട് തന്നെയാണ് വലുതായത്. അപ്പോൾ നമ്മൾ ഒരു കാലത്ത് അതുപോലെയൊക്കെ എത്തുമെന്ന് വിചാരിച്ച് നമ്മൾ അതുപോലെ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക. എന്തെങ്കിലും സക്സസ് ആവും, ഉറപ്പാണ്. പിന്നെ ഗായ്സ്, പിന്നെ എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് കണ്ടൻറ്റ് വെച്ച് തുടങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴും മടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താണോ കഴിവുള്ളത്, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് തുടങ്ങുക. ഫസ്റ്റ് നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും ഷൂട്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വരയ്ക്കാനോ ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് തുടങ്ങുക. അത്രയേ ഉള്ളൂ. നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, പിന്നെ അങ്ങനെ പോയിക്കോളും.
അപ്പോൾ ഗായ്സ്, എന്നെക്കുറിച്ച് എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് അല്ല. ഇനി ആരും എനിക്ക് പൈസ കിട്ടാൻ തുടങ്ങിയോ എന്നൊന്നും ചോദിക്കണ്ട. ഞാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഞാനായിട്ട് അതൊന്ന് വന്ന് പറയും. ഇന്ന പോലെ പൈസ കിട്ടിയെന്ന് ഞാൻ എന്തായാലും വന്ന് പറയണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മടിച്ച് നിൽക്കുന്നവർ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. അത്ര തന്നെ. കണ്ടൻറ്റൊക്കെ താനേ വന്നോളും. എനിക്കിപ്പോൾ കണ്ടൻറ് ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ വീഡിയോസ് ഇടണം. എന്നാലും ഞാൻ എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് ഇങ്ങനെ ഇടുന്നത് മാത്രം. ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ നോക്കും. പറ്റുകയാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് മോണിറ്റൈസ്ഡ് ആക്കണം എന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. പിന്നെ അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരിക എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന്. കാരണം എനിക്കറിയില്ല ഇത് ചെയ്യാനും. എങ്ങനെ ഇതിൻ്റെ മോണിറ്റൈസ്ഡ് ആക്കുക, ഓപ്പൺ ചെയ്തെടുക്കുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞു തരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതാണ്. അപ്പോൾ ഇനി ആരും ചോദിക്കരുത്. ഓക്കെ, ബൈ.